ഇപ്പോൾ പത്തനംതിട്ടയിൽ നിന്നൊരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. അവിടെ മരിച്ച +2 വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. അച്ഛനും അമ്മയും ക്ഷമിക്കണമെന്നാണ് കത്തിൽ പരാമർശം. കത്തിൽ തീയതി രേഖപ്പെടുത്തിയിട്ടില്ല. പെൺകുട്ടി ഗർഭിണിയാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു. കേസിൽ സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, ഈ ഈ കുറിപ്പിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ആ കുട്ടി എഴുതിയിരിക്കുന്നത്? തീയതി വെച്ചിട്ടില്ല എന്നത് മറ്റെന്തെങ്കിലും സംശയത്തിന് ഇട നൽകുന്നുണ്ടോ? പ്രശ്നം മാത്രമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ആത്മഹത്യാക്കുറിപ്പാണോ എന്ന കാര്യത്തെക്കുറിച്ച് പോലീസ് ഇതുവരെ ഒരു സ്ഥിരീകരണം നടത്തുന്നില്ല. പ്രധാനമായും ഈ കുട്ടി ഏതെങ്കിലും തരത്തിലുള്ള മാനസികാവസ്ഥ കൊണ്ട് എഴുതിയ കത്തായിരിക്കാമെന്നാണ് പോലീസ് ഏറ്റവും ഒടുവിൽ നമുക്ക് നൽകുന്ന വിവരം. എന്തായാലും ഈ കത്തിൽ കൃത്യമായ രീതിയിൽ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കും അതുപോലെ തന്നെ അച്ഛനും കുട്ടിയെ ഒരു ടീച്ചറായി കാണണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ അത് നടക്കില്ല, എന്നോട് ക്ഷമിക്കണമെന്ന രീതിയിലാണ് ഈ കത്ത് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഈ കത്തിന്റെ ആധികാരികതയെക്കുറിച്ചും കൈയക്ഷമടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ചും പോലീസ് ഇനിയൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഈ കുട്ടിയുടെ സഹപാഠിയെ ചോദ്യം ചെയ്തിട്ടുണ്ട്. DNA പരിശോധന അടക്കം നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും നിർണായകമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അണുബാധയാണ് മരണകാരണമെന്ന പ്രാഥമികമായ വിവരം പോസ്റ്റ്മോർട്ടത്തിൽ ഇത്തരത്തിൽ ലഭ്യമായിരുന്നു. എന്തായാലും കൂടുതൽ ഈ സഹപാഠിയെ ചോദ്യം ചെയ്തതിനു ശേഷം DNA പരിശോധനാ ഫലമൊക്കെ വന്നതിന് ശേഷം മാത്രമാണ് ഈ സഹപാഠിയെ തന്നെയാണോ ഇതിന് പ്രതി എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തത വരുള്ളൂ എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട്. ഈ കത്ത് ഒരു ആത്മഹത്യാക്കുറിപ്പാണെന്ന് പോലീസ് പറയുന്നില്ല, പക്ഷേ കുട്ടി എഴുതിയ കത്താണെന്ന് ഏതാണ്ട് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ജിയോമ, യെസ്, ആത്മഹത്യാക്കുറിപ്പാണോ എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷേ ആ കുട്ടി എഴുതിയതാണ് എന്ന് പോലീസ് ഏറെക്കുറെ ഉറപ്പിക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പരിശോധന ആവശ്യമെങ്കിൽ പോലീസ് അതിന് തയ്യാറാകും എന്നാണ് ഞങ്ങളുടെ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. കേസിൽ സഹപാഠിയെ പോലീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അതിൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് കേന്ദ്രങ്ങൾ അറിയിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരനാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.